3PM വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി തർക്കത്തിന് വിരാമമില്ല. ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. കോൺഗ്രസിൽ വലിയ തർക്കം രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യം. മുഖ്യമന്ത്രി ചർച്ചയിൽ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ഹൈക്കമാൻഡ്. ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും സണ്ണി ജോസഫിനെയുമാണ് ദില്ലിയിലേക്ക് വിളിച്ചത്. വൈകിട്ട് തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് അവർ തിരിക്കും. വിവരങ്ങളുമായി നിർപ്പൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. നിർപ്പൻ, ഏറ്റവും ഒടുവിലത്തെ ഒരുപക്ഷെ ഞായറാഴ്ച ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നതിന് ലക്ഷണം കാണുന്നില്ലെങ്കിൽ പോലും ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റായി പറയാവുന്ന ഈ 3 നേതാക്കന്മാരെയും AICC ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും അജിത് ഷാദ്, സാധാരണ AICC നിരീക്ഷകർ കേരളത്തിലെത്തി അവിടെ നിന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ആ പ്രമേയം പാസാക്കി നേതാക്കളുടെ തലയെണ്ണി മടങ്ങിയാൽ തൊട്ട് പിന്നാലെ അവിടെ നിന്ന് ആരെയൊക്കെയാണോ പ്രതിപക്ഷ നേതാവ് പരിഗണിക്കുന്നവരെ KPCC അധ്യക്ഷനെയും അങ്ങോട്ട് തിരിച്ച് ദില്ലിയിലേക്ക് വിളിപ്പിക്കുക എന്നതാണ് അതിന്റെ പതിവ് രീതി. അതിനുശേഷമാണ് അവിടെ വെച്ച് വീണ്ടും ഒരു ചർച്ച, കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. പക്ഷേ ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെ തന്നെ നേതാക്കൾ ദില്ലിയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചന. പക്ഷേ ദില്ലിയിൽ ചെറിയ ആശയക്കുഴപ്പം വന്നു. കാരണം AICC നിരീക്ഷകർ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായവും ഒപ്പം തന്നെ MLA-മാരുടെ തലയെണ്ണിയുള്ള ആകെയുള്ള കണക്ക്, ആകെ ആർക്കാണ് ഭൂരിപക്ഷം എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൈമാറി. ഇത് സംബന്ധിച്ച് ഈ 2 തരത്തിലുള്ള തർക്കം വന്നു. ഒന്ന്, മുതിർന്ന നേതാക്കളുടെയും ഒപ്പം തന്നെ MLA-മാരുടെയും അഭിപ്രായം ഒരു ഭാഗത്ത് അത് KC വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുന്നു. മറുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള കടുത്ത സമ്മർദ്ദമാണ്. V.D. സതീശൻ മതി, KC വേണുഗോപാൽ വേണ്ട, കൂടുതൽ പൊതു സ്വീകാര്യത, മുന്നണിക്കുള്ളിലെ സ്വീകാര്യതയൊക്കെ തന്നെ V.D. സതീശൻ അനുകൂലമാണ് എന്ന നിലപാട് AICC നിരീക്ഷകർ കൊണ്ട് തന്നെ നേരിട്ട് വ്യക്തമാക്കി. ഈ ഒരു സമ്മർദ്ദം കൂടി കണക്കിലെടുത്താണ് ഇത് എപ്പോൾ നേതാക്കളെ വിളിക്കണമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ അത് സംബന്ധിച്ച നിർദ്ദേശം ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം 3 നേതാക്കളും തിരുവനന്തപുരത്ത് നിന്ന് ദില്ലിയിലേക്ക് യാത്ര തിരിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മൂവരും ദില്ലിയിൽ എത്തിച്ചേരും. അതിനുശേഷം അവിടെ KC വേണുഗോപാൽ അവിടെ തന്നെയുണ്ട്. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ തന്നെ തങ്ങുന്നുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഒരു തീരുമാനത്തിൽ എത്താം എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ MLA-മാരുടെ എണ്ണം കണക്കാക്കിയാണ് മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന കാര്യം തീരുമാനിക്കുക. പക്ഷേ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ കേരളത്തിലെ പ്രശ്നം, ഇക്കാര്യത്തിൽ മത്സരിക്കാത്ത ഒരാൾ ഈ നിലവിലെ AICC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെയാണ് MLA-മാരിൽ 46 പേരും 63 പേരിൽ 46 പേരും ഈ പറഞ്ഞ വോട്ടിംഗിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ വരണമോ, മറിച്ച് വിജയിച്ച ഒരു MLA-മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമോ, ഈ ലീഗ് പോലെയുള്ള ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന സമ്മർദ്ദത്തിന് വഴങ്ങണമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. KC മാറി നിൽക്കുകയും മറിച്ച് MLA-മാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും സീനിയർ നേതാവ് കൂടിയായ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുൻ മന്ത്രിയും KPCC അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തലയിലേക്ക് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചെന്നിത്തല മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി V.D. സതീശൻ, റവന്യൂ വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് എന്ന നിലയിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ KC വേണുഗോപാൽ സ്വയം മാറി നിൽക്കണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി KC-യോട് മാറി നിൽക്കാൻ പറയണം. അത്തരത്തിലുള്ള ഒരു ഫോർമുല, ഒരു സമവായ ചർച്ചയായിരിക്കും ദില്ലിയിൽ ഉണ്ടാവുക. ഇന്ന് രാത്രിയായിരിക്കും നേതാക്കൾ അവിടെ എത്തിച്ചേരുക. രാത്രി തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേതാക്കൾ പലരെയും കാണാനുള്ള സാധ്യതയുണ്ട്. നാളെ ആയിരിക്കും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചകൾ നടത്തുക. നാളെ രാത്രിയോടെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോടെയോ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്, അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാനാണ് സാധ്യത. അജിംഷാദ്, തീർച്ചയായും ഏറ്റവും പുതിയ വിവരങ്ങളാണ്, മുഖ്യമന്ത്രി തർക്കത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി നിർപ്പൻ ചക്രവർത്തി നൽകിയത്.